ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് ഇന്ന് വന്നിരിക്കുന്നത് ഗാരേജിലെ വിശേഷം എന്ന് പറഞ്ഞാൽ ഗാരേജിൻ്റെ മെയിൻ്റനൻസ് വീഡിയോ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ പെയിൻ്റ് അടിക്കുന്ന ബൂത്താണിത്. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ ബൂത്തിൻ്റെ അവസ്ഥ ഇത്തിരി പരിതാപകരമാണ്. കാരണം ഏകദേശം ഇപ്പോൾ മാസത്തിൽ തന്നെ 15 വണ്ടിയോളം പെയിൻ്റ് അടിച്ച് ഇറങ്ങിപ്പോണ ഒരു ബൂത്താണ്. അപ്പോൾ പിന്നെ അതിൻ്റെ അവസ്ഥ പിന്നെ ഇതേപോലെ ആവണമെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ നമ്മളെന്തായാലും നമ്മളെ ഈ ഒരു സൈഡ് ഭാഗങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫിനിഷിംഗ് ആയിരുന്നു. അപ്പോൾ ഞാനത് മാറ്റി നമ്മൾ പാനലിങ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഡസ്റ്റും കാര്യങ്ങളും വരാത്ത രീതിയിൽ നമ്മൾ ഈ ഒരു ബൂത്തിനെ സെറ്റ് ചെയ്യാനായിട്ട് പോകണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. ഒരുപാട് കച്ചറിയുണ്ട് റൂഫുമൊക്കെ, അതേപോലെ സൈഡിലൊക്കെ വാളൊക്കെ ഇങ്ങനെയാണ്. നമ്മൾ ഓരോ വണ്ടിയും കയറ്റുമ്പോൾ ക്ലീനിങ്ങിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഓരോ വണ്ടിയും കയറ്റുമ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നത്. കാരണം ഇങ്ങനത്തെ ഏരിയ ഇങ്ങനെ കോർണറുകളുള്ള കാരണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ സൈഡ് പാനലിങ് ഫുള്ളായിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പണിയിലേക്ക് ആദ്യം പോകും. പാനലിങ് കാര്യങ്ങളെല്ലാം ഫുള്ളും കഴിഞ്ഞു കേട്ടോ. അതെ, രാത്രിയും പകലായിട്ടുള്ള നല്ല കഷ്ടപ്പാടായിരുന്നു. അതെ, അതിൻ്റെ ഫൈനലായിട്ട് പാനലിങ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഈ ഒരു ഏരിയയും അതേപോലെ ഈ ഒരു ഭിത്തിയും കാര്യങ്ങളൊക്കെ പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പണിയാണ് അടുത്തത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ടൈം ലാപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിരിക്കും. ഓക്കെ, പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തം ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് കാണാം. ഇപ്പോൾ ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ഒട്ടും ടെസ്റ്റും കാര്യങ്ങളൊന്നും വരാത്ത രീതിയിൽ ഫുള്ള് നമ്മൾ സീലിങ്ങും കാര്യങ്ങളും സൈഡും പാക്ക് ചെയ്തു. ആകെ ഈ ഒരു ഇതാണ്, അത് ഷീറ്റാണ് അതുകൊണ്ട് അവിടെ നിന്ന് ക്ലീൻ ചെയ്ത് വരാണ്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ പെയിൻ്റ് അടിക്കും, PU പെയിൻ്റ് അടിക്കും. അപ്പോൾ പിന്നെ അവിടെയും ഗ്ലോസി ഫിനിഷിങ് ആവും. മൊത്തത്തിലൊരു ലൈറ്റിങ് കിട്ടും, ടെസ്റ്റും വരും. ആ രീതിയിൽ നമ്മൾ ബൂത്ത് ഒരു സ്റ്റാൻഡേർഡ് ബൂത്തായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എക്സോസ്റ്റ് 2 ഓൾറെഡി ഉണ്ട്. അത് നല്ല ഹൈ പവർ എക്സോസ്റ്റാണ്, വലിയ ഫാനാണ്. അത് കാരണം വലിയ അങ്ങനത്തെ ഇവിടെ കറങ്ങി നിൽക്കുന്ന പ്രോബ്ലം കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. ഓക്കെ, നമുക്ക് എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഇനി കാണാം.
നമ്മളുടെ ബൂത്തിൻ്റെ പണി ഫുള്ളായിട്ട് തീർന്നു കേട്ടോ. അതേപോലെ ഗ്യാരേജിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ഏകദേശം ഇന്നത്തോടുകൂടി തീർന്നിട്ടുണ്ട്. പിന്നെ ഓഫീസിൻ്റെ കുറച്ച് വർക്ക് ബാക്കിയുണ്ട്. അപ്പോൾ അല്ലാണ്ടുള്ള നമ്മുടെ വർക്ക് ചെയ്യാനുള്ള മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വണ്ടികൾ പണിയെടുക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് ഇന്ന് തീർന്നു കേട്ടോ. അതെ, നമ്മൾ ഇത് നേരത്തെ നിങ്ങൾ കണ്ടിരിക്കും. ഈ സൈഡ് കാര്യങ്ങളെല്ലാം മറിച്ചു. ഇപ്പോൾ മാറ്റ് ബ്ലാക്ക് അടിച്ചാണ്. ഇനിയിപ്പോൾ ലൈനും കാര്യങ്ങളൊക്കെ പിന്നീട് കൊടുക്കുക. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ നമുക്ക് ബൂത്തിൻ്റെ മെയിൻ്റനൻസ് ആയിരുന്നില്ല മെയിൻ. നമുക്ക് ബൂത്ത് ഓപ്പൺ ചെയ്യാം. നമ്മളൊരു ഡിസൈർ ഇവിടെ അടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഫുൾ ലൈറ്റിങ്ങും സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ബൂത്ത് ഫുൾ ഫിനിഷായി. പക്ഷേ ഇപ്പോഴാണ് പണി കുറച്ചൊക്കെ തീർന്നത്. അടിച്ചു വരാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾക്കിപ്പോൾ ഈ ഒരു ഡിസൈർ അതേപോലെ തന്നെ ഒരു ഹോണ്ട സിറ്റി അർജൻറ്റായിട്ട് പെയിൻറ്റിങ് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫുള്ളായിട്ട് നമ്മൾ ഇന്ന് തീർത്തു. അപ്പോൾ ഇത് ബൂത്തിൽ ഫസ്റ്റ് അടിച്ച വണ്ടി ഹോണ്ട സിറ്റി, അതിനുശേഷം ബൂത്ത് ക്ലീൻ ചെയ്തതിന് ശേഷം അടിച്ചതാണ് ഈ ഡിസൈർ. ഇനിയിപ്പോൾ അടുത്തൊരു നാഡോഗ്ര ഇന്നോവ കയറ്റണം. അപ്പോൾ ഇനിയിപ്പോൾ ഡസ്റ്റും കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല. കാരണം അടിപൊളിയായിട്ട് തന്നെ കോർണറും കാര്യങ്ങളെല്ലാം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബൂത്ത് ഫുള്ളായിട്ട് തന്നെ ക്ലിയർ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ മെയിനായിട്ട് അതായിരുന്നു. പിന്നെ ഞാൻ ഓഫീസിൻ്റെ വർക്ക് ചെയ്യണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ടൈം ലാപ്സ് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ ഓഫീസ് പണിതുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഈ ഒരു ഫ്രെയിമിങ്ങും കാര്യങ്ങളൊക്കെ ഇന്നലെ വൈകുന്നേരം ഞാൻ ചെയ്തിട്ട് പോയി വീഡിയോസ് കാര്യങ്ങൾ എടുത്തില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഇതേ ടൈലും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തന്നെ ഇടുന്നത് ടൈൽസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ടൈം ലാപ്സും കാര്യങ്ങളൊക്കെ കണ്ടിരിക്കും ഓഫീസിൻ്റെ. അപ്പോൾ അതും നമ്മൾ തന്നെയാണ് ചെയ്തത്, വേറെ ആരും ഉണ്ടായിരുന്നില്ല. നമ്മൾ തന്നെ നമ്മുടെ ഇവിടുത്തെ പണിക്കാരൊക്കെ ഹെൽപ്പ് ചെയ്തു. പിന്നെ മെയിൻ പണിക്കാരൻ ഞാൻ തന്നെയായിരുന്നു. ഓക്കെ, അപ്പോൾ അതെ ആ ഒരു ഓഫീസ് ഈ ഒരു സെറ്റപ്പ്. ഇനിയിപ്പോൾ ഗ്ലാസ് നമ്മൾ ഇടേണ്ടതായിട്ടുണ്ട്. അതേപോലെ അതൊക്കെ വിളിച്ച് കളയണം. ഡോറൊക്കെ സ്ലൈഡിങ് ഡോറൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമ്മളുടെ പണി തന്നെയാണ്. ഈ രീതിയിലുള്ള ഡോറാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ആരെങ്കിലും കസ്റ്റമേഴ്സ് വന്നാലും വെയിറ്റ് ചെയ്യാനും റെസ്റ്റ് ചെയ്യാനും ഉള്ള രീതിയും അതേപോലെ തന്നെ ലൈറ്റിങ് കാര്യങ്ങളും ചെയ്യണം. ഇതിപ്പോൾ ഞാൻ ഏതെങ്കിലും കളറും കാര്യങ്ങളൊക്കെ അടിക്കണം. പാനലിങ് ഇതേപോലെ ചെയ്തു. ഇതിപ്പോൾ ഇതിന് ഏകദേശം ഞാൻ ഇപ്പോൾ എന്തായാലും റേറ്റ് പറഞ്ഞുതരാം. ഇതിന് ഏകദേശം ഒരു 395 രൂപയാണ് ഒരടിയുടെ ഈ ഒരു പാനൽ വരുന്നത്. 12 അടി ഉണ്ടാവും. അതേപോലെ ഇതിന് 280 രൂപയാണ് 12 അടി ഉണ്ടാവും. ഓക്കെ, അത് ഫുള്ളായിട്ട് ചെയ്തു. ഇപ്പോൾ ലൈറ്റിങ് കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. അതൊക്കെ ഇനിയിപ്പോൾ അടുത്ത വ്ളോഗിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഫുള്ളായിട്ട് ഗാരേജിൻ്റെ സെറ്റപ്പും അതേപോലെ വണ്ടികളുടെ ഇപ്പോൾ ഒരു കാർബൺ നമ്മളുടെ 2K ബമ്പർ അടിച്ചിട്ടാണ്. അതേപോലെ ഇത് അന്നടിച്ച ഹോണ്ട സിറ്റി നേരത്തെ നിങ്ങൾ കണ്ടിരിക്കും. അപ്പോൾ ആ ഹോണ്ട സിറ്റി അതെ ഇവിടെ ഫുള്ളായിട്ട് അടിച്ചിറങ്ങിയിട്ടുണ്ട്. അതേപോലെ ഇപ്പുറത്തിപ്പോൾ ഒരു സ്വിഫ്റ്റ് കുട്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഈ കോളീസ് ഇനിയിപ്പോൾ അടുത്തേക്ക് കയറ്റണം. ബൂത്തിൻ്റെ വർക്കും കാര്യങ്ങളുടെയും ആ ഒരു ഇതൊക്കെ ഉള്ള കാരണം വണ്ടികൾ പെയിൻറ്റിങ് ആയിട്ട് ചെയ്യാനായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ അവിടെ പുറത്ത് ഇപ്പോഴും പണിയിലുണ്ടോ. 9 മണി 9:30 സമയമായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തും പണിയിലാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പണിയെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനൊരു സന്തോഷമുണ്ട്. അപ്പോൾ അടുത്ത വ്ളോഗിൽ ഞാൻ നിങ്ങൾക്ക് ഓഫീസും കാര്യങ്ങളും ഫുള്ളായിട്ട് ക്ലിയർ ആക്കിയതിൻ്റെ വീഡിയോസ് ഞാനെല്ലാം ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ സ്റ്റുഡിയോ സെറ്റപ്പ് ഉണ്ടാക്കണമെന്ന് ഞാനൊരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ പണി ഏകദേശം കഴിയാറായിട്ടുണ്ട്. അപ്പോൾ അതും ഫുള്ളായിട്ട് തന്നെ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഗാരേജ് സംബന്ധമായിട്ടുള്ള എല്ലാ
വണ്ടികളുടെ റീസ്റ്റോറേഷൻ വർക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസ് ഈ ചാനലിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും